മലയാളത്തിലെ സിനിമാ പ്രേമികളാകെ എമ്പുരാന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. എമ്പുരാൻ തിയേറ്ററുകളിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ക്വാളിറ്റി കൊണ്ടും താരനിര കൊണ്ടും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഞെട്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുവെങ്കിലും ചുവന്ന ഡ്രാഗണിന്റെ ചിത്രമുള്ള ഷർട്ട് ധരിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ആരെന്ന കാര്യം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ഇതാരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്നെല്ലാവരും. ബോളിവുഡ് താരം അമീർ ഖാന്റെയും നടൻ ഫഹദ് ഫാസിലിന്റെയും അടക്കം പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും അധികം ആളുകളും പറയുന്ന പേര് റെക്കിയൂണിന്റേതാണ്. ഇതിന്റെ ചുവട് പിടിച്ച് റെക്കിയൂണിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് മലയാളി ആരാധകർ. നടൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെ നിറയെ മലയാളി ആരാധകരുടെ കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമാണ്: എമ്പുരാനിൽ റെക്കിയൂൺ വില്ലനാകുമോ എന്നത്. ഒരു പുറം തിരിഞ്ഞുള്ള പിക്കിടു, ഒരു കാര്യം നോക്കാനായിരുന്നു, കൊച്ചുകള്ളൻ നമ്മൾ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ, ആശാനെ നമ്മൾ കണ്ടുപിടിച്ചു, നിങ്ങളാണോ എമ്പുരാന്റെ വില്ലൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഈ അടുത്ത റെക്കിയൂണിന്റെ കാസ്റ്റിംഗ് ഏജൻസി നടൻ ഇന്ത്യൻ സിനിമയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടൻ എമ്പുരാനിലെ ചുവന്ന ഡ്രാഗണിന്റെ ചിത്രമുള്ള ഷർട്ട് ധരിച്ച വ്യക്തിയായിരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. കൊറിയൻ പശ്ചാത്തലമുള്ള ഹോളിവുഡ് നടനാണ് റെക്കിയൂൺ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഡൈ അനദർ ഡേ, നിഞ്ച അസാസിൻ, ഒളിമ്പസ് ഹാസ് ഫോളൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമായി എത്തുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയെ വരവേൽക്കാൻ 300ഓളം ഫാൻസ് ഷോകളാണ് മോഹൻലാൽ ആരാധകർ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.